എനിക്ക് വേണ്ടത് ഫ്രീ ആയിട്ടുള്ള കുറച്ച് സമയമാണ്. എനിക്ക് വേണ്ടത് സമാധാനമാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ലേ? എനിക്ക് വേണ്ടത് അതാണ്, എനിക്ക് വേണ്ടത് ഇതാണ് എന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് വേണം എന്ന രീതിയിൽ പറയാറുണ്ട്. അതാണ് എനിക്ക് വേണ്ടത് എന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഒരു സെൻറ്റൻസ് പാറ്റേൺ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഐ നീഡ് ഈസ് എന്ന് തുടങ്ങുന്ന ഒരു പാറ്റേൺ. വാട്ട് ഐ നീഡ് ഈസ് സം വാട്ടർ. എനിക്ക് വേണ്ടത് കുറച്ച് വെള്ളം ആണ്. വാട്ട് ഐ നീഡ് ഈസ് ഫ്രീ ടൈം. എനിക്ക് വേണ്ടത് ഫ്രീ ആയിട്ടുള്ള സമയമാണ്. വാട്ട് ഐ നീഡ് ഈസ് പീസ്. സമാധാനമാണ് എനിക്ക് വേണ്ടത്. വാട്ട് ഐ നീഡ് ഈസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്, സന്തോഷമാണ് എനിക്ക് വേണ്ടത്. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. വാട്ട് ഐ നീഡ് ഈസ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ പറയാൻ പറ്റും. എനിക്ക് വേണ്ടത് ഒരു പുതിയ ലാപ്ടോപ്പാണ്. എങ്ങനെ പറയുക? വാട്ട് ഐ നീഡ് ഈസ് എ ന്യൂ ലാപ്ടോപ്പ്. അതൊരു നൗൺ ഫ്രേസ്, എ ന്യൂ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ. വാട്ട് ഐ നീഡ് ഈസ് എ ന്യൂ ലാപ്ടോപ്പ്. വാട്ട് ഐ നീഡ് ഈസ് എ ചാർജർ. ഒരു ചാർജറാണ് എനിക്ക് വേണ്ടത്. വാട്ട് ഐ നീഡ് ഈസ് എ ബ്രേക്ക്. എനിക്ക് വേണ്ടത് ഒരു ബ്രേക്കാണ്. ഇനി ഒരു വസ്തുക്കൾ തന്നെ വേണമെന്നില്ല, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില ഐഡിയാസ് ഇല്ലേ നമുക്ക്? മോട്ടിവേഷൻ. എനിക്ക് വേണ്ടത് മോട്ടിവേഷനാണ്. അതെങ്ങനെയാണ് പറയുന്നത്? വാട്ട് ഐ നീഡ് ഈസ്, അവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ പാറ്റേൺ. വാട്ട് ഐ നീഡ് ഈസ് മോട്ടിവേഷൻ. ഇനി സൊല്യൂഷനാണ്, പരിഹാരമാണ് എനിക്ക് വേണ്ടത്. വാട്ട് ഐ നീഡ് ഈസ് എ സൊല്യൂഷൻ. ഇനി വാട്ട് ഐ നീഡ് ഈസ് എന്നാണല്ലോ ഉപയോഗിച്ചത്. അതിലൊരു ചെറിയ ചേഞ്ച് വരുത്തി നമുക്ക് ഉപയോഗിക്കാം. വാട്ട് ഐ നീഡ് ആർ എന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ സിംഗുലർ നൗൺസ് ഒക്കെയാണ്. ഇപ്പോൾ സൊല്യൂഷൻ, മോട്ടിവേഷൻ, അതല്ലെങ്കിൽ പീസ് എന്നൊക്കെ പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ടുള്ള നൗൺസാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അതല്ല, എനിക്ക് വേണ്ടത് പരിഹാരങ്ങളാണ് എന്ന് പറയുമ്പോഴോ വാട്ട് ഐ നീഡ് ആർ സൊല്യൂഷൻസ് എന്നാണ് പറയേണ്ടത്. എനിക്ക് വേണ്ടത് കുറച്ച് ന്യൂ ബുക്സ് ആണ്. അതെങ്ങനെയാണ് പറയുന്നത്? വാട്ട് ഐ നീഡ് ആർ ന്യൂ ബുക്സ്. കാരണം ന്യൂ ബുക്സ് എന്നാണ്, അപ്പോൾ അത് പ്ലൂരൽ ആയിട്ടുള്ള ഒരു നൗണാണ്. വാട്ട് ഐ നീഡ് ആർ ന്യൂ ബുക്സ്. എനിക്ക് വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് ആണ്. വാട്ട് ഐ നീഡ് ആർ ഇൻസ്ട്രക്ഷൻസ്. എനിക്ക് വേണ്ടത് നല്ല ഒരു ആശയം ആണ്. നല്ല ഒരു ആശയമാണ്. അപ്പോൾ വാട്ട് ഐ നീഡ് ഈസ് എന്ന് ഉപയോഗിക്കുക. വാട്ട് ഐ നീഡ് ഈസ് എ ഗുഡ് ഐഡിയ. വാട്ട് ഐ നീഡ് ഈസ് എ സൊല്യൂഷൻ. വാട്ട് ഐ നീഡ് ആർ സൊല്യൂഷൻസ്. വാട്ട് ഐ നീഡ് ഈസ് എ ബുക്ക്. വാട്ട് ഐ നീഡ് ആർ സം ബുക്സ്. അത് മനസ്സിലായല്ലോ? വാട്ട് ഐ നീഡ് ഈസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, വാട്ട് ഐ നീഡ് ആർ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ വാട്ട് ഐ നീഡ് ഈസ് അല്ലെങ്കിൽ ആർ കഴിഞ്ഞ് ഉപയോഗിച്ചത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് ആണ്. ഇനി ഇതല്ലാതെ നമുക്ക് വാട്ട് ഐ നീഡ് ഈസ് കഴിഞ്ഞിട്ട് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. ഒരു വേർബ് ഉപയോഗിക്കാം. ഉറങ്ങുക എന്നതാണ് എനിക്ക് വേണ്ടത്. ഉറങ്ങുക. അപ്പോൾ അവിടെ നമ്മൾ ആക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ, ഉറങ്ങുക എന്ന ഒരു ആക്ഷൻ എങ്ങനെയാണ് പറയേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? നമ്മളവിടെ ആക്ഷൻ, ഉറങ്ങുക എന്ന ഒരു ആക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് ഉറങ്ങുക എന്നതാണ്. വാട്ട് ഐ നീഡ് ഈസ് ടു സ്ലീപ്പ്. നോക്കൂ, ഈസ് കഴിഞ്ഞിട്ട് ടു, പിന്നെ വേർബിൻ്റെ V1 ഫോം. എനിക്ക് വേണ്ടത് എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ്. വാട്ട് ഐ നീഡ് ഈസ് ടു ഫോക്കസ് ഓൺ മൈ വർക്ക്. എനിക്ക് വേണ്ടത് എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. വാട്ട് ഐ നീഡ് ഈസ് ടു റീസ്റ്റാർട്ട് മൈ ലാപ്ടോപ്പ്. ഈസി അല്ലേ? എനിക്ക് വേണ്ടത് ഈ റിപ്പോർട്ട് ഇന്ന് ഫിനിഷ് ചെയ്യുക എന്നതാണ്. വാട്ട് ഐ നീഡ് ഈസ് ടു ഫിനിഷ് ദിസ് റിപ്പോർട്ട് ടുഡേ. എനിക്ക് വേണ്ടത് എക്സാമിന് പഠിക്കുക എന്നതാണ്. വാട്ട് ഐ നീഡ് ഈസ് ടു സ്റ്റഡി. ഇറ്റ്സ് സോ നോയ്സി ഹിയർ. ഇവിടെ വല്ലാത്ത ബഹളമാണ്. വാട്ട് ഐ നീഡ് ഈസ് ബ്ലാങ്ക്. 3 ഓപ്ഷൻസ് ഉണ്ട്. പീസ്, ക്വയറ്റ്, സൈലൻസ്.
ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത്? കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഐ ആം സ്ട്രെസ്ഡ് വിത്ത് വർക്ക്. വാട്ട് ഐ നീഡ് ഈസ് ടു, എന്തായിരിക്കും അവിടെ വേണ്ടത്? ടു റിലാക്സ്. വാട്ട് ഐ നീഡ് ഈസ് ടു റിലാക്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഐ ഹാവ് ആൻ എക്സാം ടുമാറോ. വാട്ട് ഐ നീഡ് ഈസ് ബ്ലാങ്ക്. അവിടെയും ടു വെച്ചിട്ട് ഒരു വേർബ് എഴുതുക. അപ്പോൾ ഏതൊക്കെ പാറ്റേൺസാണ് നമ്മളിന്ന് പഠിച്ചത്? വാട്ട് ഐ നീഡ് ഈസ് കഴിഞ്ഞിട്ട് ഒരു നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഐ നീഡ് ആർ എന്ന് കഴിഞ്ഞിട്ട് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് ഉപയോഗിക്കുന്നത്. പിന്നെ വാട്ട് ഐ നീഡ് ഈസ് എന്ന് കഴിഞ്ഞ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ പഠിച്ചില്ലേ? വളരെ സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇത്. കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.